നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകം. 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ്. പ്രധാന പ്രതി ടി.കെ. പൂക്കോയ തങ്ങളുടെ മക്കളുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. എൻഡോസൾഫാൻ ഇരകൾക്ക് കേന്ദ്രീകൃത പാലിയേറ്റീവ് കെയർ ആശുപത്രി എന്ന ആവശ്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 17ലേക്ക് മാറ്റി. സർക്കാർ അഭിഭാഷകൻ അവധിയിലായതിനാലാണ് കേസ് മാറ്റിയത്. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത ആളുകളെ കബളിപ്പിച്ച പണം തട്ടുന്ന കേസിലെ പ്രതിയെ മംഗളൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 73 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി മലയാളി അറസ്റ്റിൽ. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീ പുലിബോധ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങ് നടന്നു. ആയമ്പാറ വില്ലാരം പ്രതി പ്രാദേശിക തിരുമൂൽ കാഴ്ച കമ്മിറ്റിയുടെ കാഴ്ചാ സമർപ്പണവും നടന്നു. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകം. 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ കാണാതായ 596 പവനിൽ 117 പവൻ വീണ്ടെടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന മന്ത്രവാദിനി ജിന്നുമ്മ ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ 15 പവൻ ആഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. പള്ളിക്കര, കവല, പൂച്ചക്കാട് എന്നിവിടങ്ങളിലെ 2 സഹകരണ സ്ഥാപനങ്ങളിൽ 3-ാം പ്രതി PM അസ്നീഫ പണയം വെച്ച ആഭരണങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടെടുത്തത്. കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ ഭാര്യ, മകൾ, സഹോദരി തുടങ്ങിയ ബന്ധുക്കൾ ചില ആഭരണങ്ങൾ തിരിച്ചറിഞ്ഞതായും അന്വേഷണ സംഘം വ്യക്തമാക്കി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളായ കൂളിക്കുന്ന്, അണിഞ്ഞാർ റോഡ് ബൈത്തുൽ ഫാത്തിമയിൽ PM ഉവൈസ്, ഭാര്യ മന്ത്രവാദിനി ഷമീമ എന്ന ജിന്നുമ്മ, PM അസ്നിഫ, മധൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരെ കൂടുതൽ തെളിവെടുപ്പിനായി 5 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തുടർന്നാണ് പള്ളിക്കര, പൂച്ചക്കാട് ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. കണ്ണൂർ ജില്ലയിലെ ജ്വല്ലറികളിലും പ്രതികൾ സ്വർണം വിൽപ്പന നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ കർണാടകയിൽ ഉൾപ്പെടെ പ്രതികൾ കൂടുതൽ പേരെ തട്ടിപ്പിരയാക്കിയതായി ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപും ശേഷവും ഒരു അഭിഭാഷകനുമായി പ്രതികൾ നിരന്തരം ബന്ധപ്പെട്ടതും അന്വേഷണ പരിധിയിലുണ്ട്. ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ ശേഷം ജിന്നുമ്മ ആദ്യം ഫോൺ വിളിച്ചതും അഭിഭാഷകനെയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിളിപ്പിച്ച അഭിഭാഷകനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നേരത്തെ 102 പവൻ വീണ്ടെടുക്കുകയും 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കാണാതായ സ്വർണത്തിൽ 117 പവൻ വീണ്ടെടുത്തിട്ടുണ്ട്. 2023 ഏപ്രിൽ 14-നാണ് ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമാണെന്ന് കരുതി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും മകന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. 2024 ഡിസംബർ 5-നാണ് മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ്. പ്രധാന പ്രതി ടി.കെ. പൂക്കോയ തങ്ങളുടെ മക്കളുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2019 സെപ്റ്റംബറിൽ പൂക്കോയത്തങ്ങൾ മക്കളുടെ പേരിലേക്ക് മാറ്റിയ മണിയാട്ട് വില്ലേജിലെ 17.29 സെന്റ് സ്ഥലം ബഡ്സ് ആക്ട് പ്രകാരം കളക്ടർ കണ്ടുകെട്ടിയത് സംബന്ധിച്ചാണ് തർക്കം. കണ്ടുകെട്ടിയ സ്വത്തിന് തട്ടിപ്പുമായി ബന്ധമില്ലെന്നാണ് ഹർജിക്കാർ വാദിച്ചത്. എന്നാൽ മക്കളുടെ പേരിലേക്ക് സ്വത്ത് കൈമാറിയത് കേസ് നിലനിൽക്കെയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം സ്വത്ത് സംബന്ധിച്ച നടപടികൾ കോടതി മുഖേന ചെയ്യേണ്ടതാണെന്നും
സ്വീകരിച്ച നടപടി നിയമപരമല്ലെന്നും കോടതി വിലയിരുത്തി. നടപടിക്രമങ്ങളിൽ അപാകത ചൂണ്ടിക്കാട്ടിയാണ് സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തത്. പൂക്കോയ തങ്ങളുടെ മക്കളായ ഐബിദ ബീവി അഞ്ചരപ്പാട്ടിലും മുഹമ്മദ് ഹക്കീബും നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് CS സുധയുടെ ഉത്തരവ്. അതേസമയം കണ്ടുകെട്ടൽ നടപ്പിലാക്കാൻ നിയമപ്രകാരം കോടതിയെ സമീപിക്കാൻ അധികൃതർക്ക് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി. എൻഡോസൾഫാൻ ഇരകൾക്ക് കേന്ദ്രീകൃത പാലിയേറ്റീവ് കെയർ ആശുപത്രി എന്ന ആവശ്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 17ലേക്ക് മാറ്റി. സർക്കാർ അഭിഭാഷകൻ അവധിയിലായതിനാലാണ് കേസ് മാറ്റിയത്. എൻഡോസൾഫാൻ ബാധിതർക്കിടയിൽ പ്രവർത്തിക്കുന്ന 12 സംഘടനകളുടെ കൂട്ടായ്മയായ സർവ് കളക്ടീവ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ ചികിത്സാ സൗകര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടത്. 11 പഞ്ചായത്തുകളിലെയും ചികിത്സാ സൗകര്യങ്ങളും പാലിയേറ്റീവ് തെറാപ്പി സെന്ററുകളും ഒപ്പം ജില്ലയിലെ ജനറൽ താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഫാമിലി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവയെല്ലാം സന്ദർശിച്ചാണ് ലീഗൽ സർവീസ് സൊസൈറ്റി പഠന റിപ്പോർട്ട് സമർപ്പിച്ചത്. ജില്ലയിലെ എൻഡോസൾഫാൻ രോഗികൾക്ക് വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്ത കാര്യം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് കോടതിയിൽ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അഭിഭാഷകൻ അവധിയിലായതിനാലാണ് കേസ് 17-ാം തീയതിയിലേക്ക് മാറ്റിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി. മംഗളൂരുവിൽ നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി നിതിൻ കുമാറാണ് അറസ്റ്റിലായത്. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന വരുമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇയാൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായി പരാതി. മംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 73 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി മലയാളി അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശി PK ഷമീർ ആണ് പോലീസിന്റെ പിടിയിലായത്. 738 ഗ്രാം ഹൈഡ്രോവിറ്റ് കഞ്ചാവ്, കാറ്, ഒരു മൊബൈൽ ഫോൺ എന്നിവയുൾപ്പെടെ 80 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി
ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടി കൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ബോർഡിന്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെയാണ് ശൗചാലയം നിർമ്മിച്ചത്. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. മടിയൻകൂലോം ക്ഷേത്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റി ബോർഡിന്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെയാണ് ശൗചാലയം നിർമ്മിച്ചത്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഒരു വളരെ പരിമിതമായ ഒരു സൗകര്യമുണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ അത് വളരെ ചെറിയതാകുന്നൊരു ബോധ്യത്തിൽ വികസന സമിതി അതിന് മുന്നോട്ട് വരികയും ഒരു നല്ല രീതിയിൽ, ഒരു ആധുനിക രീതിയിൽ തന്നെ ഒരു ശൗചാലയം ഇവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും പാട്ടോത്സവത്തിന് മുന്നോടിയായി അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ചെറിയ ഒരു സഹായം ട്രസ്റ്റി ബോർഡിനോടും നവീകരണ കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രസ്റ്റി ബോർഡിൻ്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെ ഇത് വളരെ നല്ല രീതിയിൽ ഇന്ന് പൂർത്തീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇതിനെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ക്ഷേത്രത്തിൻ്റെ പേരിലും നവീകരണ കമ്മിറ്റിയുടെ നൽകുന്നു. അപ്പോൾ ഇന്ന് ഇതിനു വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കർത്തമ്പ അവർ അസുഖമായി കിടപ്പാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഭാസ്കരൻ കുതിരുമൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ NV ബേബി രാജ്, V നാരായണൻ, അശോകൻ AV, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, തോക്കാനം ഗോപാലൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, മറ്റ് വികസന സമിതി ഭാരവാഹികൾ, നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. M നാരായണൻ സ്വാഗതവും TV തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാർ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന്റെ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രസിദ്ധവും ഐതിഹ്യസമ്പന്നവുമായ പെരിയാർ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് 2 ആണ്ടിലൊരിക്കലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ചെണ്ടമേളത്തിന്റെ താളത്തിൽ ചിലമ്പണിഞ്ഞ് ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിഞ്ഞ തെയ്യങ്ങൾ. ഓരോ കളിയാട്ടവും അതാത് ദേശത്തിന്റെ ഉത്സവങ്ങളാണ്. മിന്നിത്തിളങ്ങുന്ന ഉടയാടകളോടെ ദ്രുതതാളത്തിൽ ചുവടുവെച്ച് തെയ്യങ്ങൾ ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. പുള്ളിക്കരിങ്കാളിയമ്മ, പുല്ലൂരാളി എന്നീ തെയ്യങ്ങളുടെ തോറ്റംപാട്ടിനാൽ നാട് മുഖരിതമായി. തുടർന്ന് എഴുന്നള്ളത്ത്, എളങ്കച്ചാട്ടം എന്നിവ നടന്നു. തുടർന്നാണ് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം നടന്നത്. തുടർന്ന് പുള്ളിക്കരിങ്കാളിയമ്മ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേർന്നത്.
സമാപന ദിവസമായ ശനിയാഴ്ച കാളപ്പുലിയൻ, പുലിക്കണ്ടൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് പുല്ലൂരാളി, വിഷ്ണുമൂർത്തി, പുല്ലൂർണൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. വിഷ്ണുമൂർത്തിയും പുല്ലൂർണൻ തെയ്യവും എഴുന്നള്ളത്തോടുകൂടി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ പെരിയ തറവാട്ടിലേക്കും പെരിയ വേങ്ങയിൽ വീട്ടിലേക്കും എഴുന്നള്ളി തിരികെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. തുടർന്നാണ് ഭക്തിനിർഭരമായ തേങ്ങയേറ് ചടങ്ങ്. തിരുമുടി സമർപ്പണത്തോടെ മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുല്ലൂർണൻ തെയ്യത്തിന്റെ തിരുമുടി ദേവസ്ഥാന പ്രധാന കർമ്മി ഏറ്റുവാങ്ങി എഴുന്നള്ളത്തോടുകൂടി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാളിമാടത്തിൽ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പെരിയ. ശ്രീ പുലിബോധ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആയമ്പാറ വില്ലാരംപതി പ്രാദേശിക തിരുമുൽ കാഴ്ച കമ്മിറ്റിയുടെ കാഴ്ചാ സമർപ്പണം നടന്നു. 4ാമത് തിരുമുൽ കാഴ്ച സമർപ്പണമായി പടിഞ്ഞാറെ നടപ്പന്തൽ സമർപ്പിച്ചു. കളിയാട്ട മഹോത്സവം നടക്കുന്ന പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് ആയമ്പാറ വില്ലാരംപതി പ്രാദേശിക തിരുമുൽ കാഴ്ച കമ്മിറ്റിയുടെ തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. 4ാമത് തിരുമുൽ കാഴ്ച സമർപ്പണമായി പടിഞ്ഞാറെ നടപ്പന്തലാണ് സമർപ്പിച്ചത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പുറപ്പെട്ട കാഴ്ച സമർപ്പണ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് അണിനിരന്നത്. കാഴ്ച കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ മോലോത്തുങ്കാൽ, UAE കമ്മിറ്റി മുൻ പ്രസിഡന്റ് പ്രമോദ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഗോവിന്ദൻ, നാരായണൻ, കുഞ്ഞിരാമൻ, TC ബാലൻ, വേലായുധൻ തൊക്കാനം വീട്, നാരായണൻ കാപ്പിവീട്, വിനു കാനത്തിങ്കാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലത രാഘവൻ, കാർത്തിയായനി കുഞ്ഞികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 19 സംവത്സരങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 8 മുതൽ 11 വരെ തീയതികളിൽ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വളരെ സന്തോഷപൂർവ്വമാണ് ഈ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം നാട്ടുകാരുടെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതിയുടെ ഒക്കെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് ടാർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ കൗൺസിലർ ഏവിയേട്ടനും വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് തന്നെ അത് ടെൻഡറിൻ്റെ നടപടികളിലേക്ക് പോകാനും നമുക്കിത് പൂർത്തിയാക്കാനും കഴിഞ്ഞു. ഇനിയൊരു മറ്റൊരു വഴി കൂടി
ക്ഷേത്രത്തിലേക്കുള്ളത് റെഡിയാവുകയാണ്. 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഒരു റോഡിന് കൂടി മറ്റൊരു വഴിയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് വരാൻ കഴിയുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുവഴി വന്നവർക്ക് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ റോഡിൻ്റെ പണി കൂടി കളിയാട്ടത്തിന് മുമ്പായിട്ട് നടത്തി തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം കോയ്മമാർ, ആചാരസ്ഥാനികർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ പ്രവാസി കൺവെൻഷൻ നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഭാരത് ദിവസത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വന്നും പോയി നിന്ന മഹാത്മാഗാന്ധി എന്നേക്കുമായി തന്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു. ഇനി ഒരു വിദേശ രാജ്യത്തേക്കും ഇല്ലെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് 1915 ജനുവരി മാസം. അതുകൊണ്ടാണ് ആ ദിവസം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസി ദിനമായി നമുക്കറിയാം. മഹാത്മാഗാന്ധി മടങ്ങി വന്ന് അദ്ദേഹം പോയി കണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെയാണ് ഗാന്ധിജിയോട് പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം അങ്ങേറ്റെടുത്തത്. അഡ്വക്കേറ്റ് TK സുധാകരൻ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ഹക്കീം കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ മുഴുവൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക്, മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു. സെക്രട്ടറി N വിനോദ് കുമാർ സ്വാഗതവും നസീർ കൂളിയടക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ
വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ 1ാം അനുസ്മരണ ദിനം ആചരിച്ചു. പുല്ലൂർ വണ്ണാർ വയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ വിനോദ് കുമാറിന്റെ ഫോട്ടോ അനാച്ഛാദനം നടന്നു. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന പൊതുപ്രവർത്തകൻ വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ 1ാം അനുസ്മരണ ദിനത്തിൽ വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയത്തിലെ മുൻ എക്സിക്യൂട്ടീവ് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന വിനോദ് കുമാറിന്റെ ഓർമ്മദിനത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിലെ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ നെഹ്റു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ചായിരുന്നു പഠിച്ചത്, ഡിഗ്രിക്കും ഒന്നിച്ചായിരുന്നു. പ്രീ ഡിഗ്രി വിനോദ് കുമാർ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു, ഞാനും സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. ഞാൻ B1-ഉം വിനോദ് B2 ആയിരുന്നു. ഇപ്പോൾ ലാംഗ്വേജിനും പ്രാക്ടിക്കൽ ക്ലാസ്സിനെല്ലാം അധികവും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതോടൊപ്പം ഞാൻ ഒരു SFI പ്രവർത്തകയും ഒരു നല്ല KSU പ്രവർത്തകനുമായിരുന്നു. ആ സമയത്ത് SFIയുടെ UUC ആയിട്ടൊക്കെ തന്നെ വിനോദ് മത്സരിക്കുമ്പോൾ വളരെ ശക്തമായ വാക്കേറ്റവും ക്ലാസ്സിന് പുറത്ത് നല്ല വാക്കേറ്റവും ക്ലാസ്സിനുള്ളിൽ അത് സമാധാനിപ്പിക്കാനുള്ളൊരു മനസ്സ് വിനോദിനുണ്ടായിരുന്നു. വിനോദ് നല്ലോണം ഭയങ്കര കുഴപ്പമാക്കും. കാരണം അവരുടെ സ്ഥിരം താമസം ഈ രാധാകൃഷ്ണ ടൂറിസ്റ്റ് ഹോമാണ്. അതിലത്തെ രാധാകൃഷ്ണനും അതേപോലെ തന്നെ വിനോദും അങ്ങനെ കുറേ പേർ, ജെയിംസും ഒക്കെ തന്നെ. ജെയിംസ് ഡിഗ്രിക്കാണ്, ഞങ്ങൾ സീനിയറാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു കക്ഷി കൂടിയാണ്. അതേപോലെ തന്നെ ABVPയിലെ രാജേശ്വരിയും ഞങ്ങളിങ്ങനെ ഭയങ്കര കടിച്ചു കീറുന്ന രീതിയിലേക്കായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം. വിനോദുമൊത്തുള്ള നെഹ്റു കോളേജ് പഠനകാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭൻ പടിഞ്ഞാറേവേട് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് TK സുധാകരൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, A വേലായുധൻ, ഡോക്ടർ C ബാലൻ, MV നാരായണൻ പുളിക്കാൽ, P കുഞ്ഞമ്പു നായർ, രാജൻ വിഷ്ണുമംഗലം, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. വിനോദ് കുമാറിന്റെ ഓർമ്മയ്ക്കായി ഗ്രന്ഥാലയത്തിലേക്ക് കുടുംബാംഗങ്ങൾ നൽകിയ പുസ്തകങ്ങൾ സഹോദരൻ PV മനോജ് കുമാറിൽ നിന്നും വനിതാ കമ്മിറ്റി പ്രസിഡന്റ് PV ശ്യാമള ടീച്ചർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പെരിയ. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടി ദാനം ചെയ്ത് സഹോദരിമാർ. തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശികളും ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 5ാം തരത്തിൽ പഠിക്കുന്ന ലിഡിയ മേരി ഡിസൂസയും സഹോദരി ജുബ്ലൈറ്റ് മരിയയുമാണ് മുടി ദാനം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ നടക്കാവിലെ TK അജിത് കുമാറിന്റെയും ചിഞ്ചു P ടോമിയുടെയും മക്കളാണ് 10 വയസ്സുകാരി ലിഡിയ മേരി ഡിസൂസയും 6 വയസ്സുള്ള ജുബ്ലൈറ്റ് മരിയയും. കുട്ടിയുൾപ്പെടെ കുടുംബത്തിലുള്ള 2 പേർ 1 വർഷം മുൻപ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുറിച്ചു നൽകിയത് ഓർത്തുവെച്ച ജുബ്ലൈറ്റ് മരിയ കഴിഞ്ഞ ദിവസം തന്റെ മുടി 35 സെന്റിമീറ്ററിലധികം വളർന്നതായി മാതാപിതാക്കളോട് സ്കെയിൽ വെച്ച് അളന്ന് കാണിച്ചാണ് മുടി ദാനം ചെയ്യണമെന്ന് പറഞ്ഞത്.
ജുബലൈറ്റിന്റെ ചേച്ചി ലിഡിയ കൂടി മുടി മുറിച്ചു നൽകാൻ പറഞ്ഞതോടെ രക്ഷിതാക്കൾ ബ്ലഡ് ഡോണേഴ്സ് കേരള നേതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ മനോജ് നീരിഡിൽ കുട്ടികളിൽ നിന്ന് മുടി ഏറ്റുവാങ്ങി. കുഞ്ഞു മനസ്സുകളിൽ രൂപപ്പെടുന്ന ഇത്തരം നല്ല ചിന്തകളെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനമായി മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ നടക്കാവിലെ 2 കുട്ടികൾ, അതായത് ചേച്ചിയും അനിയത്തിയും, മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന സംഘടനയുടെ മുഖാന്തരം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി മുടി ദാനം ചെയ്തിരിക്കുകയാണ്. ഈ പുണ്യപ്രവൃത്തി എല്ലാവരും മാതൃക ആക്കി പ്രവർത്തിക്കുക. ഇത് കൂടാതെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ബിഗ് മുടി നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് ബിഗ് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾക്ക് എല്ലാവരും മുന്നോട്ടിറങ്ങുക. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള പെൻഷനേഴ്സ് സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി ചെർക്കളയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. പെൻഷനേഴ്സ് സംഘം സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ AK ഉദ്ഘാടനം ചെയ്തു. കേരള പെൻഷനേഴ്സ് സംഘ് KPS കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി ചെർക്കളയിൽ വെച്ച് നടന്ന സമ്മേളനം KPS സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ MK ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്നില്ല. അതേപോലെ തന്നെ പെൻഷൻകാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവരെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. 11ാം ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ആനുകൂല്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അടുത്ത ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ജൂലൈ മാസം മുതൽക്ക് നടപ്പാക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊരു മിണ്ടാട്ടവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല, യാതൊരു അനക്കവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. KPS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ K അധ്യക്ഷത വഹിച്ചു. കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. NGO സംഘ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് K, രാജേന്ദ്ര കുംട്ടാർ, ഉപേന്ദ്ര KT, കൃഷ്ണൻ, ഈശ്വര റാവു എന്നിവർ സംസാരിച്ചു. നാഗരാജ B സ്വാഗതവും കുഞ്ഞിരാമൻ OK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഈശ്വർ ഭട്ട് കാഞ്ഞങ്ങാട്, മാധവ ഹേരള, കരുണാകരൻ മാസ്റ്റർ ഭോവിക്കാന എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവം ശ്രീ വിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് തിരിതെളിഞ്ഞു. 5 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. 17ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 600ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവം ശ്രീവിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് ആരംഭിച്ചു. യമുന, ഗംഗ, ഗോദാവരി, സരസ്വതി, നർമ്മദ എന്നിങ്ങനെ 5 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. 17ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 600ഓളം കുട്ടികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നു. രാവിലെ 9:30 ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ K ശിവശങ്കരൻ നായർ വന്ദന സഭയോടുകൂടി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം അറിയുവാൻ വേണ്ടി പല വിദ്യാർത്ഥികളും ഇവിടെ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വന്നതോടെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ മറിച്ചു കളഞ്ഞു, പാടെ അട്ടിമറിച്ചു കളഞ്ഞു. പക്ഷേ ഇന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിൽ ചില കാര്യങ്ങൾ ഇന്നും തുടരുകയാണ്. അതിനൊരു മാറ്റം വരുത്തുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇപ്പോഴത്തെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഓരോരുത്തർക്കും. തുടർന്ന് മത്സര പരിപാടികൾ ആരംഭിച്ചു. പിന്നീട് പരവനടുക്കം കേന്ദ്രീകരിച്ച് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് വേദി നമ്പർ 1 ഔപചാരികമായ ഉദ്ഘാടന സഭയും നടന്നു. വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ P ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും മാതൃസമിതിയും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. योग ചാമ്പ്, ഭഗവത്ഗീത പാരായണം, സംസ്കൃത ഗാനാലാപനം തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി ഇനങ്ങളിൽ കലോത്സവത്തിൽ മത്സരങ്ങളുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ആക്മി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക കളിക്കാർക്ക് പ്രാധാന്യം നൽകി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് 12-ന് തുടങ്ങും.
തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. പ്രാദേശിക തലത്തിൽ കളിക്കാർ ടൂർണമെന്റുകളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ കളിക്കാരെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ആക്മി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രാദേശിക സെവൻസ് ഫുട്ബോളുണ്ട് 12 മുതൽ 26 വരെ സംഘടിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഫുട്ബോൾ മേളകൾ കച്ചവടമാണ്. ഇത് ആ ടൂർണമെന്റിൽ പ്രാദേശികമായി ആർക്കും അവസരം കിട്ടുന്നില്ല. അതേസമയത്ത് പ്രാദേശിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നിബന്ധനയൊക്കെ ഇതിലുണ്ട്. നിർബന്ധമായും ഫുൾ ടൈമായും പ്രാദേശിക താരങ്ങൾ ആ കളിയിലുണ്ടാവണം. ഓരോ ക്ലബിലും അതത് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ 3 കളിക്കാർ മുഴുവൻ സമയവും കളിക്കളത്തിലുണ്ടാകണമെന്ന നിബന്ധനയിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിലെ ജേതാക്കൾക്ക് 1,00,000 രൂപയാണ് പ്രൈസ് മണിയായി നൽകുന്നത്. ജനുവരി 12 വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബ്രദേഴ്സ് വൾവക്കാട് ടീം റെഡ് ഫോഴ്സ് കൊയോങ്കരയുമായി ഏറ്റുമുട്ടും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സത്താർ വടക്കുംപാട്, MP മുത്തലീബ്, C ഷൌക്കത്ത് അലി, C അബ്ദുൽ സത്താർ, T ബാബു, വളപട്ടണം റഷീദ്, EV ഗണേശൻ, AGC അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകം, 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ്, പ്രധാന പ്രതി TK പൂക്കോയ തങ്ങളുടെ മക്കളുടെ പേരിലുള്ള സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. എൻഡോസൾഫാൻ ഇരകൾക്ക് കേന്ദ്രീകൃത പാലിയേറ്റീവ് കെയർ ആശുപത്രി എന്ന ആവശ്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 17ലേക്ക് മാറ്റി. സർക്കാർ അഭിഭാഷകൻ അവധിയിലായതിനാലാണ് കേസ് മാറ്റിയത്. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത ആളുകളെ കബളിപ്പിച്ച പണം തട്ടുന്ന കേസിലെ പ്രതിയെ മംഗളൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട, 73 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി മലയാളി അറസ്റ്റിൽ. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീ പുലിബോധ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങ് നടന്നു. ആയമ്പറ വില്ലാരം പ്രതി പ്രാദേശിക തിരുമൂൽ കാഴ്ച കമ്മിറ്റിയുടെ കാഴ്ചാ സമർപ്പണവും നടന്നു. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.